ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് ഞാൻ ഏതായാലും കീനുവിൻ്റെ കാര്യം കാണിച്ചു തരാം. ഓ ബേബി, നോക്ക് ബേബി, ഇങ്ങോട്ട് നോക്ക് ബേബി, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് ബേബി. ആള് നല്ല ഉറക്കമായിരുന്നു. എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റ് കേട്ടോ. ഇനി ബേബി നീക്കൂ, ഇനി ബേബി, ഇനി ബേബി, ബേബി നീക്ക് ബേബി, ബേബി നീക്ക്, നോക്ക് ബേബി. ഉറക്കം മതിയായില്ല എന്ന് തോന്നുന്നു. ബേബി വീഡിയോ എടുത്താലോ? ഇതിൻ്റെ ഡ്രസ്സൊക്കെ നമുക്ക് ഒടുക്കി വെച്ചാലോ? ഇതിൻ്റെ ഡ്രസ്സൊക്കെ നമുക്ക് ഒതുക്കി വെച്ചാലോ? അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് കീനുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ കിട്ടിയ ഡ്രസ്സൊക്കെ ഓൾറെഡി ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേ അപ്പോൾ ആകെ അത് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഒരു പെട്ടിയൊക്കെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അതാദ്യം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ റൂമൊന്ന് ആദ്യം ക്ലീൻ ചെയ്യണം. കാരണം ഈ ചിക്കൻ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഇവിടെ കാട്ടിക്കുട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കീനുവിൻ്റെ ഡ്രസ്സ് നമുക്ക് ക്ലീൻ ചെയ്യണം. അല്ല കീനു, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? പിന്നെ കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് പിന്നെ കൂടുതലും ബർത്ത്ഡേക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ കൂടുതലും വലിയ സൈസുള്ളതായിരുന്നു. ഇവൻ്റെ സൈസ് കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെറുതെ കുറേ ഡ്രസ്സ് എടുത്ത് വെക്കണ്ടല്ലോ. വലിയ സൈസ് എടുത്ത് നമ്മൾ വലുതാവുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ മക്കൾ, ചെറിയ ഇവൻ്റെ ഒരു ഏജിലുള്ള കുട്ടികൾക്കും ആ ഒരു ഡ്രസ്സുകൾ കൊള്ളുന്ന കുട്ടികൾക്കുമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ നമ്മളെ സ്ഥലവും വേസ്റ്റ് ആവുകയാണ് ഇത്രയും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണം ഉള്ള ഡ്രസ്സുകൾ മാത്രമാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രസ്സുകൾ, കുറേയല്ല, ഒരുപാടല്ല. അപ്പോൾ വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ റൂം ഞാൻ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഹീരോന് പുതിയതായിട്ട് വാങ്ങിയതാട്ടോ. അവനിതിന് ആകെ അറിയുന്നത് കാക്കേനറിയാം, ബോളറിയാം, പിന്നെ സൈക്കിൾ അറിയാം, കാർ അറിയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ആപ്പിൾ, ഓറഞ്ചൊക്കെ വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. എന്താവുമെന്നറിയില്ല. എന്തായാലും പുതിയത് വാങ്ങിയതാണ്. ഇതൊക്കെ ആദ്യം ഒന്ന് എടുത്ത് വയ്ക്കും. ഇപ്പം കീനും കൂടുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഒക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ല കീനു ഗുഡ് ബോയ് ആണ്. കീനു അമ്മേനെ ഹെൽപ്പ് ചെയ്യും അല്ലേ? അല്ലേ കീനു നല്ല കുട്ടിയാണ്. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടാവുമല്ലോ കീനു. അപ്പോൾ ബാക്കി ആ ബ്ലോക്സ് കൂടെ ഉണ്ടായിരുന്നത് ഞാനും കീനും കൂടെ ആ ഒരു ബാഗിലാക്കി വെച്ചു കേട്ടോ. കീനു കളിക്കാനൊക്കെ ആ ബ്ലോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് മതിയായി കഴിഞ്ഞാൽ ബ്ലോക്സ് ഒക്കെ ബാഗിലെടുത്ത് വെക്കുകയെന്ന് പറഞ്ഞാലൊക്കെ ഇടയ്ക്കൊക്കെ പറഞ്ഞാലൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചില ടൈമിൽ ഒന്നും ചെയ്യുന്നില്ല, ഒക്കെ അവിടെ ഇട്ടിട്ട് തന്നെ പോവും. അപ്പോൾ ഈ ഒരു പെട്ടിയിലും പിന്നെ ഈ ഒരു ബാഗിലും കൂടെ ആയിട്ടാണ് ഞാൻ ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ബർത്ത്ഡേ കഴിഞ്ഞ ആ ടൈമിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ അങ്ങനെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ നോക്കിയിട്ടൊക്കെ ആകെ പെയറൊക്കെ മാറിയിട്ടൊക്കെ കിടക്കുന്നത്, സെറ്റൊക്കെ വേറെ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തിരഞ്ഞെടുക്കാനും ഉണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ കീനുവിൻ്റെ ബർത്ത്ഡേക്ക് കൂടുതലും കിട്ടിയിരുന്നത് ഡ്രസ്സുകൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തൊടാൻ പാടില്ല, അവൻ്റെ ക്യാമറ വന്ന് പിടിക്കുന്നത്.
അപ്പോൾ എന്താണ് ഗിഫ്റ്റ് കീരിനെ കാണിച്ചു തരാം. കീരിതാ കീരിൻ്റെ വളമൊക്കെ അമ്മയുടെ വളമൊക്കെ ഇട്ട് നടക്കുകയാണ് കീരിന അല്ലേ. ഹായ് പറഞ്ഞേ. ആ എന്താ എന്താ പറയല്ലേ. ഓക്കെ. അപ്പോൾ കൂടുതലും ഡ്രസ്സുകൾ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. നമ്മുടെ അടുത്ത് വള ഇല്ല. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് നടക്കുമെന്ന് അറിയില്ല. ഇവിടെ കുറച്ച് നേരം സെറ്റ് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. കീനു തൊടാൻ പാടില്ലേട്ടാ. വേണ്ട. നോക്ക് കീനിന്റെ ഡ്രസ്സൊക്കെ നോക്ക്. കണ്ടോ ഞാൻ പറഞ്ഞില്ല എല്ലാം ഇങ്ങനെ പെയർ ഇല്ലാതെ ഏതൊക്കെയോ ചേട്ടൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ ഓരോ പെയർ കണ്ടുപിടിച്ചിട്ട് വേണം ഈ എടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കീനുള്ളതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് എടുത്ത് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പറ്റുന്നിടത്തോളം ഞാൻ എടുത്ത് വയ്ക്കാം. കളിച്ചോളൂ. മൊത്തത്തിൽ ആദ്യം ഇതിൽ മാറ്റിയിട്ട് മൊത്തത്തിലെല്ലാം മാറ്റിയിട്ട് സെറ്റാക്കിയിട്ട് എടുത്ത് വയ്ക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കോഡ് സെറ്റ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഒന്നും ഇപ്പം അവരിടാൻ പറ്റുന്നത് ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ കേട്ടോ ഇപ്പോൾ പാകാവോന്ന് അറിയില്ല. കോഡ് സെറ്റ് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കോഡ് സെറ്റ് ട്രെൻഡായിരുന്നല്ലോ ആ ടൈമിലൊക്കെ. കണ്ടോ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇട്ട് കൊടുക്കാനൊക്കെ ഇട്ട് കാണാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ വലുതാണ്. അതൊന്നും അവരിപ്പോൾ തന്നെ പാകാവില്ല. വേറെ കോഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഒരു പ്ലെയിൻ കളറിൽ ഡിസൈൻ ഒന്നുമില്ലാതെ. ഇത് പാൻറ്റാണ് കേട്ടോ. ഇത് കിട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും. കോഡ് സെറ്റ് ആയപ്പോൾ തന്നെ പിന്നെ വലിച്ച് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ടൈപ്പ് ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇതും നല്ല വലുതാണ്. പിന്നെ ഇടണമെങ്കിൽ ഇനി കുറച്ചും കൂടെ വലുതാവേണ്ടി വരും. എന്തായാലും ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചില ഡ്രസ്സൊക്കെ ചിലതില്ല. ഈ ഒരു ഡ്രസ്സ് ഇതിൻ്റെ സെയിം ഈ ഒരു കളറും സെയിം ഇത് തന്നെ. ഈ ഡ്രസ്സ് 2 ഉണ്ട്. നമുക്കിതൊന്നും ആര് കൊണ്ടുവന്നതാന്ന് എല്ലാം ഒന്നും അറിയില്ല ആര് കൊണ്ടുവന്നതാന്നുള്ളത്. പക്ഷെ ചിലത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ഒക്കെ കൊണ്ടുവന്നത് ഏതാണെന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ക്ലീനിൻ്റെ സ്പെഷ്യലായത് ഞാൻ മാറ്റി വെച്ചതാണിത്. കാണിച്ചു തരാം. ഇത് ക്ലീനിൻ്റെ ഫസ്റ്റത്തെ ഓണത്തിന് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യിച്ച ഒരു ഷർട്ടാണ്. സ്ലീവ്ലെസ് ഷർട്ട് ഉണ്ടാവും. അതാണിത്. പിന്നെ ഇത് കീനുവിൻ്റെ നെയ്മിങ് സെറിമണി 19th ഡേ. അത് 90ൻ്റെ ഡ്രസ്സാണ്. കിയാന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇത് എടപ്പാളിലെ എല്ലാന്ന് ചെയ്യിച്ചതായിരുന്നു കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വേറെ ഇൻസ്റ്റയിലൊക്കെ ഇതേപോലത്തെ മോഡൽ കണ്ടിട്ട് അപ്പോൾ ഇൻസ്റ്റയിൽ ചെയ്യിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പേര് കറക്റ്റ് ടൈമിൽ കിട്ടുമോ ഇല്ലേ. ഞാൻ അതുവരെ ഇൻസ്റ്റയിൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളടുത്ത് തന്നെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യിച്ചായിരുന്നു. പിന്നെ ട്രൗസറും കൂടെ ഉണ്ട് കേട്ടോ. ട്രൗസർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയെന്ന് അറിയില്ല. അതേപോലെ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് റാപ്പ് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ട് തരില്ല നമുക്ക് ബേബീസിന്. അപ്പോൾ ആ ഒരു ടവലാണിത്. പിന്നെ ഇത് അവൻ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ അവർ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ തരിക. അപ്പോൾ ഇത് എന്താ നാപ്പി പോലെ കെട്ടുന്നത് മറ്റേ ട്രയാങ്കിൾ ഷേപ്പിലുള്ളതുണ്ടല്ലോ അത്. പിന്നെ ഇത് മറ്റേ ജെപ്പിൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നു. അപ്പോൾ ഇത് 3 ഞാൻ 2 ഡ്രസ്സും ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ കാണാൻ ആൾക്കാർ വരുമല്ലോ, റിലേറ്റീവ്സൊക്കെ. അപ്പോൾ കൊണ്ടുവന്നിരുന്നതാണ്. ചില ആൾക്കാരൊക്കെ പൗഡറും സോപ്പ് കൊണ്ടുവരും. നമ്മൾ ഈ പൗഡറൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കുട്ടികൾക്ക് പൗഡറൊന്നും ഇപ്പോൾ യൂസ് ചെയ്തില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണിത്.
അതൊക്കെ എപ്പോഴും ഇത് തന്നെയാണ് ഇരിക്കുന്നത്, യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഒരു മോഡൽ ഡ്രസ്സ് ഞാൻ ക്യാമറ വെച്ച ആംഗിൾ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, കുറച്ച് സൈഡിലോട്ടായിട്ടും പിന്നെ കുറച്ച് മേലോട്ടായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ താഴ്ഭാഗമൊന്നും അധികം കാണുന്നില്ല, അതായത് ഞാൻ ഡ്രസ്സ് മടക്കി വെക്കുന്ന ബാഗും കാര്യങ്ങളൊന്നും അധികം കാണുന്നില്ല. പിന്നെ ഞാൻ ഒരു സൈഡിലോട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഞാൻ ബാക്കിയുള്ള എല്ലാ ഡ്രസ്സുകളും ഓരോന്നോരോന്നായിട്ട് മടക്കി വെച്ചിട്ടോ, ആ ബാഗ് ഫുള്ളായിട്ട് ഒഴിവാക്കി, എന്നിട്ട് ആ പെട്ടിയിലേക്ക് തന്നെ മുഴുവനായിട്ട് മടക്കി വെച്ചു. എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ കവറിൽ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്, കുറച്ച് വലിയ സൈസുള്ളതാണ് ഈ 2 കവറിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചില്ലേ? ഡ്രസ്സ് എടുത്ത് വെച്ചേ കിന്നുൻ്റെ. അപ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് ബായ് പറയാണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ ആയിട്ടില്ല, അവൻ പറയട്ടെ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ഓർഡറായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് ഞാൻ ആക്റ്റീവ് ആവാതെ അതിൽ വീഡിയോസ് ഇടുമ്പോൾ എനിക്കൊരു പേടിയില്ല, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാവുമോ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഓൾഡ് ചാനൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിൽ വീഡിയോസൊന്നും ഇടുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ വ്യൂസിന് എന്തോ ചില ഷോർട്സ് ഇടുമ്പോൾ വ്യൂസിന് എന്തോ പ്രശ്നം പോലെ എനിക്ക് തോന്നി, വ്യൂസ് കയറാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാൻ അതിൽ വീഡിയോ ഇട്ടിട്ടിപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് എന്താണ് പുതിയ ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത്, കാണാൻ ആഗ്രഹമുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാച്ചാ. ഇത് ബായ് പറയും, ബായ് പറഞ്ഞേ, ബായ് പറയും, ബായ് പറയും, ബായ്.